أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. وَلَقَدْ كَذَّبَ الَّذِينَ مِن قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرِ. തീർച്ചയായും ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവന്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അള്ളാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അള്ളാഹു അർഷിന്മേൽ ആരോഹണം ചെയ്തു. ഇസ്തവാ അലൽ അർഷ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അള്ളാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്ത് സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അള്ളാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഖാറൂനും അവന്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണല്ലോ.